പ്രിയമുള്ളവരെ, ദേശത്തും വിദേശത്തും എന്തിന് അങ്ങ് ചന്ദ്രനിൽ പോലും ഭാരതീയന്റെ അഭിമാന ചിഹ്നമായി പാറി പരിലസിക്കുന്ന നമ്മുടെ ഇന്നത്തെ ദേശീയ പതാക രൂപം കൊണ്ട 1947 ജൂലൈ 22 മുൻപ് വൈദേശിക ഭരണത്തിനെതിരെ ദേശീയ സ്വാതന്ത്ര്യസമര പോർമുനകളിൽ സ്വാതന്ത്ര്യസമര സേനാനികൾ മരണാവസ്ഥയിൽ പോലും മാറോടണച്ചുപിടിച്ച് മുദ്രാവാക്യം മുഴക്കിയ നിരവധി ദേശീയ പതാകകൾ നമുക്കുണ്ടായിരുന്നു. വിവിധങ്ങളായ അത്തരം പതാകകളെക്കുറിച്ച് വിജ്ഞാനപ്രദമായ രീതിയിൽ അമ്മ ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ചാച്ചാജി എന്ന ഈ ടെലി ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒന്നുപോലെ കൗതുകകരമായ ആസ്വാദ്യതയാണ് പ്രദാനം ചെയ്യുന്നത്. സംസ്ഥാന നിയമ പാർലമെന്ററി കാര്യമന്ത്രി ബഹുമാനപ്പെട്ട എം വിജയകുമാർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് ചിത്രീകരണം തുടങ്ങിയ ചാച്ചാജി ചിത്രീകരണം പൂർത്തിയാക്കി സെൻസർ ബോർഡിന്റെ അനുമതിയോടെ പ്രദർശനത്തിന് തയ്യാറായപ്പോൾ ഔപചാരികമായ പ്രകാശനകർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ MA ബേബി അവർകളാണ്. നോക്കൂ, ഒരു നവംബർ 14 പ്രഭാതത്തിൽ ചാച്ചായ്ക്ക് പിറന്നാൾ ആശംസകൾ അർപ്പിക്കാനെത്തുന്ന കുട്ടികൾക്ക് വേണ്ടി ചാച്ച ധന്യഭാരതത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നതിലൂടെയാണ് ഈ ഡോക്യുമെന്ററി ആരംഭിക്കുന്നത്. ഇത് കന്യാകുമാരിയിലെ കടൽ തീരത്ത് ദേശീയഗാനം പാടി പര്യവസാനിക്കുന്നു. നിരവധി മന്ത്രിമാരാലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാരാലും തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയാലും ഒക്കെ ഏറെ പ്രശംസയ്ക്ക് പാത്രീഭവിച്ചതാണ് ഈ ചാച്ചാജി. ചാച്ചാജി ഇതാ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നു.
അയ്യോ, എന്തുപറ്റി? എഴുന്നേൽക്ക് മോളെ. എന്തുപറ്റി? വീണോ? ആരാ തള്ളിയിട്ടെ മോളെ? കരയാതെ. ചാച്ചാജി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഗുഡ് ഗേൾ. കം ഓൺ. മോളെ, ആ പ്രാവനീക്ക് തന്നേ. എന്തിനാ കരയുന്നേ? കൊച്ചിരിപ്പാടത്തെ പ്രാക്കൂട്ടത്തിൽ നിന്ന് ഏട്ടം പിടിച്ചെന്ന പ്രാവിനെയാ ചാച്ചാജി ആകാശത്തേക്ക് പറത്തി വിട്ടത്. ഓ, അതാണോ കാര്യം? ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്കും പിന്നെ ഈ അനന്തമായ ആകാശപ്പരപ്പിലും പറന്നുല്ലസിക്കേണ്ട ആ വെള്ളരിപ്രാവിനെ നാം എന്തിനൊരു തടവുകാരനെ പോലെ പിടിച്ചു വയ്ക്കണം? സ്വാതന്ത്ര്യം എന്നത് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല. ഈ ഭൂമിയിൽ ജനനം കൊള്ളുന്ന എല്ലാ ജീവജാലങ്ങളും സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകരാൻ വിധിക്കപ്പെട്ടവരാണ്. നമ്മൾ ഇന്ത്യക്കാർ അടിമത്തവും അസ്വാതന്ത്ര്യവും ഒരുപാട് അനുഭവിച്ചവരാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും മറ്റൊരാളിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുത്. നിങ്ങൾ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നു. പൂക്കൾ, പൂച്ചെണ്ടുകൾ. തിരിച്ചൊരു സമ്മാനം ഞാനും നൽകണ്ടേ? ഒരു കഥ. അതാണ് ഞാൻ നൽകാൻ പോകുന്ന സമ്മാനം. എന്ത് കഥയാ ചാച്ചാജി? നിധികാത്ത ഭൂതത്തിന്റെ കഥയാണോ? നിധികാത്ത ഭൂതത്തിന്റെ കഥയല്ല. പിന്നെ? ഞാൻ പറയാൻ പോകുന്ന ഈ കഥയിൽ ഞാനും നിങ്ങളും ഒക്കെ കഥാപാത്രങ്ങളാണ്. അതാണ് അജയ്യ ഭാരതത്തിന്റെ കഥ. നമ്മൾ ഇന്ത്യക്കാർ നിർബന്ധമറിഞ്ഞിരിക്കേണ്ട കഥ. അതെ, മഹത്തായ ഭാരതത്തിന്റെ കഥയാണ്. 8 ദിക്കുകളിലും എന്നും മാറ്റുലി കൊള്ളുന്ന നമ്മുടെ ധന്യഭാരതത്തിന്റെ കഥ. കഥയിൽ പാഠങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയാറ്. ഞാൻ കഥ പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. പാഠങ്ങൾ പഠിച്ചോ എന്നറിയാൻ സംശയമുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. അത്രയും കഴിയുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന ആ ധന്യഭാരത ചിത്രം തെളിയും. ഭാരത ചിത്രമോ? അതെ, ഭാരത ചിത്രം. ഒരിക്കൽ ഭാരത ഭൂപടം ക്ലാസ്സിൽ കാട്ടി ടീച്ചർ പറഞ്ഞു നാനാത്വത്തിൽ ഏകത്വമെന്ന്. എന്താ ചാച്ചാജി നാനാത്വത്തിൽ ഏകത്വമെന്ന്? കൊള്ളാം, ചോദ്യം ഇങ്ങോട്ട് തന്നെ ആയി അല്ലേ? വിവിധ മതക്കാർ, വിവിധ ജാതികൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ വേഷങ്ങൾ അണിയുന്നവർ, വ്യത്യസ്തമായ ഭക്ഷണശൈലികൾ സ്വീകരിച്ചിട്ടുള്ളവർ എന്നിത്യാദികൾ കൊണ്ട് രൂപം കൊണ്ട ഒരു സങ്കര സംസ്കാരം. അതാണ് നാനാത്വം. ഈ നാനാത്വത്തിലും ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന ഏകതാനുബോധം എല്ലാ ഇന്ത്യക്കാരിലും നിലനിൽക്കുന്നു. അതാണ് ഏകത്വം. ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം തന്നെയാണ് അഖണ്ഡ ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം. കാണുന്നവരുടെ കണ്ണുകൾക്ക് കുളിർമ പകർന്ന് എല്ലാ ഭാരത പൗരന്മാരുടെയും ദേശാഭിമാനത്തിൻ്റെയും ഒരുമയുടെയും പ്രതീകമായി ഇവിടെയും എവിടെയും പാറിപ്പറക്കുന്ന ഈ പതാക ഒരു നീണ്ടകാല പരിണാമ പ്രക്രിയയിലൂടെയാണ് നാം ഇന്നീ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നത്.
വന്ദേ മാതരം. ചാച്ചാജി, ഒരു സംശയം. ചോദിച്ചോളൂ. ചാച്ചാജി പറഞ്ഞ നാനാത്വത്തിലെ ഏകത്വബോധത്തിനാണോ അതോ ചേതോഹരങ്ങളായി വർണ്ണങ്ങൾ കാണുന്നവരുടെ കണ്ണിന് കുളിർമയ്ക്ക് വേണ്ടിയോ? അതെ, ഒരു പരിണാമ പ്രക്രിയയുടെ സമരചരിത്രം ഈ കൊടിക്കുണ്ട്. ജീവനില്ലാത്ത ഈ കൊടിക്ക് എന്താ ചാച്ചാ പരിണാമ പ്രക്രിയ? ഒന്ന് വിശദീകരിച്ചു പറയാമോ ചാച്ചാജി? അറിയാൻ കൗതുകം തോന്നുന്നുണ്ടല്ലേ? പറയാം. ശർമ്മ, നോക്കൂ കുട്ടികളെ, ഇന്നീ കാണുന്ന ദേശീയ പതാക രൂപം കൊണ്ടത് പല പല ഇന്ത്യൻ പതാകകൾക്ക് ശേഷമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായി ലോകമെമ്പാടും അംഗീകരിച്ചറിയപ്പെടുന്ന നമ്മുടെ ദേശീയ പതാക രൂപം കൊണ്ടതും ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് 3 ആഴ്ച മുമ്പ് മാത്രമാണ്. പല പല ഘട്ടങ്ങളിൽ പല പല രൂപത്തിലായിരുന്നു അവ. പല പല രൂപത്തിലുള്ള കൊടികളോ? കേട്ടിട്ട് ആശ്ചര്യം തോന്നുന്നു ചാച്ചാജി. ഒന്ന് വിശദീകരിച്ചു പറയാമോ ചാച്ചാജി? തീർച്ചയായും, കേട്ടോളൂ. ആദ്യമായി നമ്മുടെ ഇന്ത്യൻ പതാക എന്ന പേരിൽ ഇന്ത്യൻ മണ്ണിൽ ഒരു പതാക ഉയർന്നത് 1906 കൽക്കട്ടയിലെ ഗ്രീൻ പാർക്കിലായിരുന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ പതാക. നോക്കൂ, ഏറ്റവും മുകളിൽ പച്ച, ഇടയ്ക്ക് മഞ്ഞ, താഴെ കുങ്കുമ നിറം. അതിൽ ഏറ്റവും താഴെയായുള്ള കുങ്കുമവർണ്ണത്തിനുള്ളിൽ ഇടത് ഭാഗത്ത് സൂര്യനും വലതുഭാഗത്ത് ചന്ദ്രക്കലയും നക്ഷത്രവും ആലേഖനം ചെയ്തിരിക്കുന്നു. ഒപ്പം ഏറ്റവും മുകൾ ഭാഗത്തായുള്ള പച്ച നിറത്തിനുള്ളിൽ വെള്ള നിറത്തിലുള്ള 8 പൂക്കൾ. നോക്കൂ, ഈ പതാകാമധ്യത്തിലെ മഞ്ഞ നിറത്തിനുള്ളിൽ നീല നിറത്താൽ എഴുതിയിരിക്കുന്നു വന്ദേ മാതരം. വന്ദേ മാതരം. ഇനി നമുക്ക് അടുത്ത പതാകയിലേക്ക് കടക്കാം. നോക്കൂ, ഇതാണ് 1917 രൂപം കൊണ്ട അടുത്ത ഇന്ത്യൻ പതാക. പച്ച ചുവപ്പ് നിറങ്ങളിലുള്ള 9 റിബണുകൾ ചേർത്ത കൊടിയുടെ ഇടത് മുകൾ കോണിൽ ബ്രിട്ടീഷ് പതാകയും വലത് മുകൾ കോണിൽ വെള്ള നിറത്തിലുള്ള ചന്ദ്രക്കലയും നക്ഷത്രത്തിനുമൊപ്പം 6 നക്ഷത്ര ചിഹ്നങ്ങൾ കൂടെ ആലേഖനം ചെയ്തിരിക്കുന്നു. അന്ന് ബ്രിട്ടീഷ് ഭരണ മേൽക്കോയ്മയിൽ കഴിഞ്ഞു വന്നിരുന്ന നാം ബ്രിട്ടീഷുകാരുടെ പതാക കൂടെ ഇന്ത്യൻ പതാകയിൽ ചേർത്തതുകൊണ്ടാകാം ഭൂരിപക്ഷം പേർക്കും ഈ പതാക സ്വീകാര്യമാകാതെ പോയത്. ഇത് നമ്മുടെ രണ്ടാമത്തെ പതാകയാണോ ചാച്ചാജി? അല്ല, പക്ഷേ രണ്ടാമത്തേതാണ്. നോക്കൂ, ഇതിനു മുമ്പ് മാഡം കാമയും സഹപ്രവർത്തകരും ചേർന്ന് ജർമ്മനിയിൽ ഇന്ത്യയുടേതായ ഒരു പതാക ഉയർത്തി. അന്നാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഒരു ഇന്ത്യൻ പതാക ഉയരുന്നത്. എന്നാൽ ആ പതാക ഒരിക്കലും ഇന്ത്യയിൽ ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ പതാകയിലേക്ക് കടക്കണ്ട. നോക്കൂ, 1917 ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത രണ്ടാമത്തെ ഈ ഇന്ത്യൻ പതാക ജന്മം കൊണ്ടു. ഒരു ഇന്ത്യൻ കൊടിയായി നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഡിസൈൻ. അങ്ങനെ 1917 രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ പതാകയ്ക്കും ആയുസ് കുറവായിരുന്നു. തുടർന്ന് 1921 മൂന്നാമത്തെ ഇന്ത്യൻ പതാക രൂപം കൊണ്ടു. നോക്കൂ, മുകളിൽ വെള്ള, നടുക്ക് പച്ച, താഴെ ഭഗ്വനിറം. ഈ മൂവർണ്ണ പതാകയ്ക്കുള്ളിൽ ഇന്ത്യൻ ജനതയുടെ അധ്വാനത്തിന്റെ പ്രതീകമായി നിറഞ്ഞു നിൽക്കുന്ന ചർക്ക. ഈ കൊടി പല പല വലിപ്പത്തിൽ രാജ്യത്ത് വിതരണം ചെയ്യപ്പെട്ടു. സ്വാതന്ത്ര്യ സമരഭൂവിൽ ഇന്ത്യൻ ജനതയുടെ ആവേശമായി മാറി ഈ പതാക. ഈ പതാക തൻ കീഴിലെ ദേശീയ ഒരുമ കണ്ടു ഞെട്ടിയ ബ്രിട്ടീഷ് ഭരണകൂടം ഈ പതാകയെ നിരോധിച്ചു. അതിനെതിരെ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികൾ 1923 നാഗ്പൂരിൽ കൂടി പതാക സത്യാഗ്രഹ സമരം നടത്തി. ദേശം ഇളകി മറിഞ്ഞു. അതിന്റെ തീവ്രത കണ്ടു ഞെട്ടിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് പതാക നിരോധനം പിൻവലിച്ചു. അതെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. 1931 നമ്മുടെ ഈ നാലാമത്തെ പതാക രൂപം കൊള്ളുന്നത്. നോക്കൂ, ഭഗ്വനിറം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. എന്നിട്ട് മുൻ പതാകയിൽ നിറഞ്ഞു നിന്നിരുന്ന ചർക്കയെ ഈ പതാകയിൽ വെളുപ്പിന്റെ നടുവിൽ ഒതുക്കി നിർത്തി മുകളിൽ ഭഗ്വനിറവും താഴെ പച്ചയുമാക്കി. ഈ പതാക നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും 3 ആഴ്ച മുമ്പ് വരെ
നമ്മുടെ ദേശീയ പതാകയായി നിലനിന്നിരുന്നു. ബന്ധനസ്ഥയാക്കപ്പെട്ടിരുന്ന ഭാരതമാതാവിന്റെ അടിമച്ചങ്ങലകൾ വെട്ടിപ്പൊട്ടിച്ച് ദൂരത്തെറിയാൻ ഇന്ത്യൻ ജനതയെ ദേശീയാടിസ്ഥാനത്തിൽ ഏകീകരിച്ചു കൊണ്ടുവന്നതിൽ ഈ പതാകയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. 1931 രൂപം കൊണ്ട ഈ പതാക സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം കൊടുമ്പിരി കൊണ്ടുനിന്ന ആ നാളുകളിൽ തന്നെ വീണ്ടും ഒരു മാറ്റത്തിന് വിധേയമായി. പതാക മധ്യത്തിലെ ചർക്കയ്ക്കു പകരം എങ്ങും മാറ്റൊലി കൊള്ളുന്ന അശോകചക്രം സ്ഥാനം പിടിച്ചു. ഇതാണ് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ചുവപ്പുകോട്ടയിൽ നാം ഉയർത്തിയ നമ്മുടെ ദേശീയ പതാക. നമ്മുടെ ഈ കൊടിയിൽ 3 നിറങ്ങളും ഒത്ത മധ്യത്തിൽ ഒരു ചക്രവും എന്തിനാ ചാച്ചാജി? പറയാം. ആദ്യമായി ഭഗ്വനിറം. ഇത് ഓരോ ഭാരതീയനും ഉണ്ടായിരിക്കേണ്ട പരിത്യാഗത്തെ സൂചിപ്പിക്കുന്നു. അടുത്തതായി വെളുത്ത നിറം. ഇത് സത്യം, നീതി, ശാന്തി, സമാധാനം തുടങ്ങിയ സനാതന മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇനി പച്ച നിറം. ഇത് പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ വേർപെടുത്താനാവാത്ത ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, 24 ആരക്കാലുകളോടുകൂടിയ അശോകചക്രം. ഇത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ സൂചിപ്പിക്കുന്നു. ഈ പതാക നിലവിൽ വന്നത് 1947 ജൂലൈ 20. ഇപ്പോ നാനാത്വത്തിൽ ഏകത്വം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു മൺമറഞ്ഞുപോയ നമ്മുടെ ദേശസ്നേഹികളായ പൂർവികന്മാർ നമ്മുടെ കൈകളിൽ അർപ്പിച്ച ഈ മൂവർണ്ണ പതാക അടുത്ത തലമുറയ്ക്കു കൈമാറാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നാം ഇനി നമുക്ക് ഭാരതാംബതൻ തൃപ്പാദം തഴുകുന്ന ത്രിവേണി സംഗമ സ്ഥാനമായ കന്യാകുമാരി കാണാം.